ഹായ് എവ്രി വൺ. വലിയൊരു കോമഡിയാണ്. നിങ്ങളെല്ലാവരും ചിരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ഞാൻ തന്നെ കക്കുന്നു. ഇന്നലെ ജിൻഡോയുടെ സ്ഥാപനത്തിൽ നിന്ന് ജിൻഡോ കട്ടു എന്നാണ് വാർത്ത വന്നതും കുറേ കമൻറ്റുകൾ വന്നതും അതിനുശേഷം അതൊക്കെ ചർച്ചയായതും. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ആൾക്കാരെ പൊട്ടന്മാരാക്കുകയാണോ? അതായത് ഞാൻ ചോദിക്കുന്നത് മീഡിയാസിനോടാണ്. ജിൻഡോയുടെ സ്വന്തം സ്ഥാപനത്തിലേക്ക് എപ്പോൾ പോകണമെന്ന് ജിൻഡോ തീരുമാനിക്കും, അല്ലാതെ നിങ്ങളല്ല. ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, ബിഗ് ബോസ് സീസൺ 6 വിന്നർ ആയതിനു ശേഷം ജിൻഡോയെ അറ്റാക്ക് ചെയ്യുന്നത് 1 സായി കൃഷ്ണയും 2 സിജയുമാണ്. ഇവരോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അതായത് പൊന്നാര സായി കൃഷ്ണ, പൊന്നാര സിജോ, നിങ്ങളുടെ അടുത്ത് മെഡിക്കൽ ഷോപ്പ് അതായത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അവിടെ ചോദിക്കണം, അസൂയക്കുള്ള മരുന്ന് വല്ലതുമുണ്ടോ? അപ്പോൾ അവർ അസൂയക്കുള്ള മരുന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. അതിനുശേഷം അസൂയക്കുള്ള മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി അസൂയ കുറഞ്ഞു പോവും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പൊന്നാര മക്കളെ, ഇന്നലെ വന്ന വാർത്ത ജിൻഡോ ഒരു ജിമ്മിൽ കയറി 10,000 രൂപ കട്ടു എന്നാണ്. ഒരു കാര്യം പറയുകയാണ്, സ്വന്തമായിട്ട് ജിമ്മുള്ള ജിൻഡോ, സ്വന്തമായിട്ട് അതായത് ബിഗ് ബോസ് വിന്നറായ ജിൻഡോ 10,000 രൂപ കക്കേണ്ട ഒരാവശ്യമുണ്ടോ? അപ്പോൾ അത് കട്ടത് എവിടെ നിന്നാണ്? ജിൻഡോയുടെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, ബിഗ് ബോസിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച സായി കൃഷ്ണ, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. അതായത് കപ്പ് കൊടുക്കേണ്ടത് സായിക്കായിരുന്നു. ബിഗ് ബോസിന്റെ അബദ്ധം കാരണം, പ്രേക്ഷകരുടെ വോട്ട് കാരണം സായിക്ക് ആ കപ്പ് കിട്ടിയിട്ടില്ല. അത് ഞങ്ങളുടെയൊക്കെ ഒരു അബദ്ധമാണ്. അത്രയും മികച്ച രീതിയിലാണ് സായി അവിടെ കളിച്ചത്. പക്ഷേ എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ട് നമ്മൾ ജിൻഡോയാണ് വിജയിപ്പിച്ചത്. അപ്പോൾ ഇന്നലെ സായി കൃഷ്ണ ഇട്ട ഒരു സ്റ്റോറി, അതായത് ജിൻഡോ കട്ടു എന്നുള്ള ഒരു വാർത്ത, അത് ഞാൻ ആദ്യം വായിക്കാം. ഓക്കെ. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസിന്റെ വാർത്ത ഇപ്പോൾ വരുന്നു. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വെണ്ണലയിലുള്ള ജിൻഡോസ് ബോഡി ക്രാഫ്റ്റിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ പോലും അത് ജിൻഡോ ആലുവ സ്വദേശിക്ക് 1 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ്. ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത്. നേരത്തെ ഈ ലീസിനെടുത്ത ആളുകളും ജിൻഡോയും തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഈ പരാതിക്കാരി നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജിൻഡോ ഇവരുടെ ജിമ്മിലേക്ക് കയറി അവിടെ നിന്ന് CCTVയും അതോടൊപ്പം തന്നെ 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആലുവ നിലവിൽ ജിമ്മ് നടത്തുന്ന പൊന്നാര മക്കളെ, ഇതാണ് കാര്യം. അപ്പോൾ സീക്രട്ട് ഏജന്റ് ഇവിടെ നമ്മുടെ സിജോയെ മെൻഷൻ ചെയ്തൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. എടാ, ഇവൻ വെറും എരപ്പാളനാണല്ലോ കുട്ടാൻ. പൊന്നാര ഏജന്റ് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ജിൻഡോ കട്ടതാണെങ്കിൽ, ജിൻഡോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിൻഡോ ശിക്ഷിക്കണം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെയൊക്കെ ടൈറ്റിൽ എഴുതി ജിൻഡോയെ നാറ്റിക്കണോ? പൊന്നാര സായി, നീയും തിന്നുന്നത് ചോറാണ്, ഞാനും കഴിക്കുന്നത് ചോറാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയും, ഒരു 10,000 രൂപക്ക് വേണ്ടി ജിൻഡോ ഒരിക്കലും അവിടേക്ക് കയറൂല. പിന്നെ എന്തിന് കയറി? ഒരു കാര്യം പറയുകയാണ്, ഈ സ്ഥാപനം ജിൻഡോ ലീസിന് കൊടുത്തതാണ് ഒരു ലേഡീസിന്. ആ ലേഡിയെ ജിൻഡോ പീഡിപ്പിച്ചു എന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അതിൻ്റെ തെളിവും കാര്യങ്ങളും ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇതുവരായിട്ട് വന്നിട്ടുമില്ല. ആ കേസ് നല്ല രീതിയിൽ കാഞ്ഞതായി നമുക്ക് ആർക്കും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതൊരു കള്ളക്കേസാവാനാണ് സാധ്യത. ഓക്കെ. അതായത് ഈ സിജോയും സായും കൂടി ജിൻഡോയെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ. ഒരു കാര്യം പറയുകയാണ്, അതായത് ജിൻഡോ സീസൺ 6 വിന്നറായതാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം. പൊന്നാര ഏജന്റ് ഒരു കാര്യം പറയുകയാണ്, അവിടെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെയാണ് ജിൻഡോ വിജയിച്ചത്. അല്ലാതെ വെറുതെ ആരും ജിൻഡോക്ക് ഒരു വോട്ട് പോലും ഇട്ടിട്ടില്ല. കാരണം അയാൾ മികച്ച രീതിയിൽ അവിടെ നിന്നു, മികച്ച രീതിയിൽ കളിച്ചു. പൊന്നാര ഏജന്റ്, നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അവിടെ ഗെയിം കളിച്ചത്? എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കുന്നതാണത്. നീ ഒരു ടൗസറും ഇട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്, അങ്കനവാടിയിൽ ചെറിയ പിള്ളേർ ആദ്യം പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അതുപോലും നീ അവിടെ ചെയ്തിട്ടാ? ഒരക്ഷരം നീ അവിടെ സംസാരിച്ചോ? ഇല്ല. എന്തെങ്കിലും ഒന്ന് നിന്റെ, അതായത് നീ കാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നീ സംസാരിക്കുന്നത്, എന്തൊക്കെ പോയിന്റുകളാണ് നീ കൊണ്ടുവരുന്നത്? ബിഗ് ബോസിൽ ഒരു പോയിന്റ് പോലും നീ കൊണ്ടുവന്നോ? ഇല്ല. അവിടെയാണ് നീയും ജിൻഡോയുമുള്ള ഡിഫറൻറ്റ്. അപ്പോൾ ജിൻഡോക്ക് കഴിവുള്ളത് കൊണ്ട് ജിൻഡോക്ക് കപ്പ് കിട്ടി.
അതിന് ഇത്ര അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് പൊന്നാര ഏജന്റ്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, 10,000 രൂപക്ക് വേണ്ടി ജിൻഡോ ആ ജിമ്മിൽ കയറോ? ഒരു എക്സാമ്പിൾ പറയുകയാണ്, ജിൻഡോയുടെ സ്വന്തം ജിമ്മാണ്, ലീസിന് ജിൻഡോ നടത്തിപ്പിന് കൊടുത്തിട്ടുണ്ട്. അതായത് നിലവിൽ ലീവിനാണ് കൊടുത്തത്. അങ്ങനെ രാത്രിയൊന്നും കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അത് കക്കാൻ വേണ്ടി കയറിയത് അല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ പൊന്നാര മക്കളെ, ഇതിനു മുമ്പ് സിജോ ജിൻഡോയെ കുറിച്ച് പറഞ്ഞ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ വെക്കാം. ഓക്കെ, ജിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട് എവിഡൻസിന്റെ ഒരു വീഡിയോ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ജിൻഡോ മറ്റൊരു പെൺകുട്ടിക്ക് സമാനമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമിലേക്ക് ക്ഷണിക്കുന്നതിന്റെയും ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെയും ആ പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തിന്റെയും. പൊന്നാര സിജോ ഒരു കാര്യം പറയുകയാണ്, സോഷ്യൽ മീഡിയ കോടതിയാണോ? അങ്ങനെ ജിൻഡോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുണ്ട്, കോടതിയുണ്ട്. നിങ്ങൾ ഡയറക്റ്റായി അവിടെ പോയല്ലേ കേസ് കൊടുക്കേണ്ടത്. അതിനുശേഷം കേസ് നല്ല രീതിയിൽ കായുകയാണെങ്കിലല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയേണ്ടത്. ഈ സിജോ എല്ലാ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജിൻഡോ ഇന്ന പെണ്ണിനെ പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പൊന്നാര സിജോ, ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ട് എന്താണ്? നിങ്ങൾ പോയി കേസ് കൊടുക്കണം, പോലീസാണ് അതിനെ പിന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ, ഒരു കാര്യം പറയുകയാണ് പൊന്നാര പ്രേക്ഷകരെ, അസൂയ അസൂയ അസൂയ. ജിൻഡോ പീഡിപ്പിച്ചു എന്ന് ഒരു പെണ്ണും ഫേസ് ആയിട്ട് ഇങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒരു കേസും, എൻ്റെ ശ്രദ്ധ കുറവാണെന്നോ എനിക്കറിയില്ല, അതായത് ഒരു പെണ്ണും ഇന്നവരായിട്ട് ജിൻഡോ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതിൽ ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം. ഇവിടെ ഏജന്റും സിജോ അങ്ങനെയുള്ള ഒരു ടീം ജിൻഡോയെ കുടുക്കാൻ ശ്രമിക്കുന്നു. അതുമാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ഡോക്യുമെന്റ്സ് എടുക്കാനായി ജിൻഡോ പോയി. അതിന് ഇവർ മോഷണമെന്ന് 10,000 രൂപ ജിൻഡോ മോഷ്ടിച്ചു എന്നൊരു കള്ളപ്പരാതിയും കൊടുക്കുന്നു. ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, എന്താണ് ജിൻഡോ കപ്പ് എടുത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അതവൻ കപ്പ് കളിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ വാർത്ത സത്യസന്ധമാണെങ്കിൽ, അതായത് ജിൻഡോ കരുതി കൂട്ടി 10,000 രൂപ കട്ടതാണെങ്കിൽ പൊന്നാര മക്കളെ ജിൻഡോക്ക് ശിക്ഷ കിട്ടണം. കാരണം ഓരോ സാധാരണക്കാർക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് അത് ജിൻഡോ കിട്ടണം. ഞാൻ പേഴ്സണലി, അതായത് ഇത്ര വലിയ ബിസിനസ് ഉള്ള, ഇത്ര വലിയ ബിഗ് ബോസ് വിന്നറായ ജിൻഡോ ഒരിക്കലും 10,000 രൂപക്ക് വേണ്ടി കക്കാൻ കയറുള്ള എന്ന് ഞാൻ ഉറപ്പ് പറയാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.